അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. TV പ്രേക്ഷക സംഗമം നെയ്യാറ്റിങ്കര ഏപ്രിൽ 21 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം സ്വദേശാഭിമാനി ടൗൺ ഹാൾ, ആലിമൂട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിൽവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ജോണക്കര മെമ്മോറിയൽ ഹാൾ, ഒല്ലൂർ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യോവേൽ പ്രവചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, കർത്താവ് തൻ്റെ ജനത്തോട് തീഷ്ണത കാണിച്ച് അവരെ ആദരിച്ചു എന്ന് കാണാൻ കഴിയും. കർത്താവ് എങ്ങനെയാണ് തൻ്റെ ജനത്തെ ആദരിച്ചത്, അവരെ ഓണർ ചെയ്തത് എങ്ങനെയാണെന്ന് ദൈവജനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവം എങ്ങനെ തൻ്റെ ജനത്തെ ആദരിച്ചു എന്നാണ്. അത് കേൾക്കുന്ന നമ്മളുടെ ലൈഫിൽ എന്തെന്നില്ലാത്ത സന്തോഷവും കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഈ മെസ്സേജിലേക്ക് പോകാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഈ വാക്യം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുന്നതാ. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. എന്നാൽ ഈ വാക്യം അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിട്ടുണ്ട്. അത് 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഒന്ന് പറഞ്ഞേ, അന്ത്യകാലത്ത്. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ആ സമയത്താണ് ആയിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും തന്നെ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരാ. നിങ്ങളെല്ലാം ദൈവശബ്ദം പറയുന്നവരാ. പ്രവചിക്കുകയും ദൈവത്തിൻ്റെ വാക്കുകളെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റു വിധത്തിൽ നിങ്ങളുടെ വായിലൂടെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. സ്വപ്നം കാണുന്നവരുണ്ട്, വെളിപ്പാട് കാണുന്നവരുണ്ട്, പ്രവചിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദത്തെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ യോവേൽ പ്രവചനം പറയുമ്പോൾ അന്ത്യകാലമെന്നല്ല എഴുതിയിരിക്കുന്നത്, അതിന് പകരം എഴുതിയിരിക്കുക അതിനുശേഷമോ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ അതിനുശേഷമോ. അതിനുശേഷമോ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ദൈവം എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ചു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, തീഷ്ണത കാണിച്ചു. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി തീഷ്ണത കാണിച്ചു. അവൻ എന്നോട് തീഷ്ണത കാണിച്ചു. ആ തീഷ്ണത എന്ന വാക്കിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ് സീൽ. അവിടെ എഴുതിയിരിക്കുന്ന അർത്ഥം ഗ്രേറ്റ് എനർജി.
അടുത്ത അർത്ഥം എഴുതിയിരിക്കുകയാണ് ഡെഡിക്കേഷൻ. ദൈവം ഗ്രേറ്റ് എനർജിയോട് കൂടി അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തോ കാര്യം എനിക്ക് വേണ്ടി ചെയ്തു, തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തു. ഒന്ന് പറഞ്ഞേ, ദൈവം തീഷ്ണതയോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തൻ്റെ ജനത്തിനു വേണ്ടി ചിലത് ചെയ്തു. എന്തിനാ ചെയ്തെന്നറിയോ? തൻ്റെ ജനത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദരം ഉണ്ടാകുന്ന വിധത്തിൽ എന്തോ കാര്യമാണ് കർത്താവ് ചെയ്തത്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഒരു വലിയ ആദരവുണ്ടാകുന്ന വിധത്തിൽ കർത്താവ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗ്രേറ്റ് എനർജിയോട് കൂടെ ചിലത് എനിക്ക് വേണ്ടി ചെയ്തു. നമുക്കത് എന്താണെന്ന് നോക്കാം. അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരാം. യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. ഉത്തരമരളി കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. എന്താ ദൈവം നമുക്ക് തരുന്നത്? നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമാണോ ഉള്ളത് അത് മുഴുവനും കർത്താവ് നിങ്ങൾക്ക് നൽകും. അതിനാൽ നിങ്ങൾ തൃപ്തി പ്രാപിക്കും. ഒന്ന് പറഞ്ഞേ, അതിനാൽ ഞാൻ തൃപ്തി പ്രാപിക്കും. എനിക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ കർത്താവ് എന്റെ മേൽ നന്മയെ പകരുകയാണ്. ധാന്യം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുകയാണ്, എണ്ണ കൊണ്ട് നിന്നെ നിറയ്ക്കുകയാണ്, വീഞ്ഞു കൊണ്ട് നിന്നെ നിറയ്ക്കുകയാണ്. ഏത് വിധത്തിലാണോ എനിക്ക് തൃപ്തി ഉണ്ടാകുന്നത് ആ വിധത്തിൽ കർത്താവ് എനിക്ക് നൽകുകയാണ്. എവിടെയെങ്കിലും തൃപ്തി ഇല്ലാതാണോ ആയിരിക്കുന്നത്? ഏതിലാണ് തൃപ്തി ഇല്ലാതായിരിക്കുന്നത്? കർത്താവ് പറയാ, അവൻ നിന്നെ ആദരിക്കുന്നത് നിനക്ക് നിന്റെ ജീവിതത്തിലെ സകല മേഖലയിലും ആ തൃപ്തി നൽകിക്കൊണ്ടാണ്. അവൻ നിന്നെ ഓണർ ചെയ്യുന്നത് നിന്റെ ലൈഫിൽ ഏതൊക്കെ മേഖലയിൽ നീ കുറവ് അനുഭവിക്കുന്നു അതിലെല്ലാം നിനക്ക് തൃപ്തി നൽകുകയാണ്. ഒന്ന് പറഞ്ഞേ, എനിക്ക് പൂർണ്ണ തൃപ്തിയെ നൽകി. നമുക്ക് ആ വാക്യം പുതിയ നിയമത്തിൽ ഒന്ന് നോക്കാം. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. എവരി ഫേവർ ആൻഡ് earthly blessing, ഭൂമിയിലുള്ള സകല നന്മകളും അവൻ എൻ്റെ മേൽ പകർന്ന്, അവൻ നിന്റെ മേൽ പകർന്ന് എനിക്ക് പൂർണ്ണ തൃപ്തിയെ നൽകി. എപ്പോഴും പൂർണ്ണ തൃപ്തിയെ നൽകി. ഒന്ന് പറഞ്ഞേ, എൻ്റെ ലൈഫിലുടനീളം ഞാൻ എപ്പോഴും പൂർണ്ണ തൃപ്തി അനുഭവിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, എല്ലായിടത്തും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും എനിക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകുമോ? ചില മേഖലയിലൊക്കെ ഞാൻ തൃപ്തനായിരിക്കാം, എല്ലാ മേഖലയിലും ദൈവം എനിക്ക് തൃപ്തി തരുമോ? പക്ഷെ ദൈവവചനം പറയുകയാണ്, നീ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് നീ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും ആ തൃപ്തി അനുഭവിക്കും. ഒന്ന് പറഞ്ഞേ, ഞാൻ സകല മേഖലയിലും തൃപ്തി അനുഭവിക്കും. ഞാനതിൽ പൂർണ്ണ തൃപ്തി അനുഭവിക്കും. ഒരു കാര്യത്തിൽ പോലും ഞാൻ കുറവ് അനുഭവിക്കത്തില്ല. ഞാൻ എല്ലാ മേഖലയിലും തൃപ്തി അനുഭവിക്കും. നമുക്ക് ആ യോവേൽ പ്രവചനത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. അതായത് പൂർണ്ണതയില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ തൃപ്തിയുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും ഇടയിൽ നിന്ദിക്കപ്പെട്ടാണോ ആയിരിക്കുന്നത്? എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇനി ആ മേഖലയിൽ നിന്ദിക്കപ്പെടത്തില്ല. എവിടെയാണ് നിങ്ങൾ തൃപ്തിയില്ലാതായിരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ കുറവില്ലാതായിരിക്കുന്നത്, അവിടെ നിങ്ങൾ പൂർണ്ണ തൃപ്തി അനുഭവിക്കും. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ എല്ലാ മേഖലയിലും ഞാൻ അതൃപ്തി അനുഭവിക്കും. എവിടെയെങ്കിലും എനിക്ക് കുറവുണ്ടെന്ന് തോന്നിയാൽ കർത്താവ് എന്നോട് പറയുകയാണ്, അവിടെ അവൻ എന്നെ തൃപ്തനാക്കുമെന്ന്. അവൻ എന്നെ തൃപ്തനാക്കുമെന്ന്. പൂർണ്ണതയെ ഞാൻ എൻ്റെ ലൈഫിൽ കാണും, പൂർണ്ണതയെ ഞാൻ എൻ്റെ ലൈഫിൽ കാണും. ഒന്ന് പറഞ്ഞാട്ടെ, സകല മേഖലയിലും സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി അനുഭവിക്കും. സകലത്തിലും എപ്പോഴും പൂർണ്ണ
തൃപ്തി അനുഭവിക്കും. എവിടെയാ കുറവ് അനുഭവിക്കുന്നത്? ദൈവജനം പറയുക, പരിശുദ്ധാത്മാവിനാലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ നീ ആ ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. ആ മഹത്വമുള്ള ജീവിതത്തിൽ എവിടെയും ഞാൻ കുറവ് അനുഭവിക്കത്തില്ല. എൻ്റെ എല്ലാ മേഖലയിലും ഞാൻ തൃപ്തനായിരിക്കും. ഒന്ന് പറഞ്ഞ, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും, എൻ്റെ എല്ലാ അനുഭവങ്ങളിലും എന്നെ പൂർണ്ണ തൃപ്തിയോടെ, ഐ മീൻ സകല സൽപ്രവൃത്തിയിലും ആ അബണ്ടൻസിനെ അനുഭവിക്കുന്ന വിധത്തിൽ എൻ്റെ മേൽ പകർന്നിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് അബണ്ടൻസ് ഉണ്ടാകും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, അബണ്ടൻസ്, ആ വലിയ സമൃദ്ധി. അതിനാണ് ആ ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ പകർന്നിരിക്കുന്നത്. ഇരുന്നാട്ടെ. ഐ മീൻ ഞാൻ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും ഞാൻ അത് അനുഭവിക്കും. ഒരു മേഖലയിൽ പോലും പൂർണ്ണതയില്ലാതിരിക്കത്തില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഒരു മേഖലയിൽ പോലും നിനക്ക് കുറവുണ്ടാകത്തില്ല. സ്വർഗം പറയുന്നത്, നീ എവിടെയെങ്കിലും നിന്ദിക്കപ്പെട്ടാണോ ആയിരിക്കുന്നത് ഇത് നിമിത്തം, അവിടെ നിന്നെ ഞാൻ പൂർണ്ണതയുള്ളവനാക്കുക. ആ നിന്ന മാറ്റുകയാ, ആ നിന്ന മാറ്റുകയാ, ആ നിന്ന മാറ്റുകയാ. ഒരു വാക്യത്തിലേക്കും കൂടെ വരാം. യോവേൽ 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിപ്പിച്ചു തരുന്നു. കർത്താവ് പറയാ, നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും അവൻ നിങ്ങളുടെ മേൽ പെയ്യ്ക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്? സീസണുകൾ ബ്ലെസ്സിങ് എൻ്റെ മേൽ വരികയാണ്. തക്ക സമയത്തുള്ള ബ്ലെസ്സിങ്. ഓരോ കാലങ്ങളിൽ എന്തൊക്കെ ബ്ലെസ്സിങ്ങുകളാണോ ഉള്ളത് അത് മുഴുവൻ ഞാൻ അനുഭവിക്കും. നമുക്കറിയാം, സീസൺസിൽ ഓരോ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ചില സീസൺസിൽ ഫ്രൂട്ട്സ് ഉണ്ടാകും, ചില സീസൺസിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും. ഐ മീൻ ഓരോ സമയത്ത് മഴകൾ പെയ്യും. ഓരോ കാലങ്ങളിൽ അതാത് സീസണുകളിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ തക്ക സമയത്തുണ്ടാകുന്നു. അതുണ്ടായില്ലെങ്കിലോ, മഴ തക്ക സമയത്ത് പെയ്തില്ലെങ്കിൽ എന്തു പറയും? കൃഷി ശരിയായില്ല എന്ന് പറയും. ആ നന്മ ഉളവായില്ല, അതില്ലാതെയായിപ്പോയി. എന്നാൽ സ്വർഗം പറയുകയാണ്, തക്ക സമയത്ത് നിന്റെ മേൽ പെയ്യേണ്ട ഒരു ബ്ലെസ്സിങ് പോലും നഷ്ടമായി പോകത്തില്ല. തക്ക സമയത്ത് നിന്റെ മേൽ വരേണ്ട ഒരു ബ്ലെസ്സിങ് പോലും ഇല്ലാതായി പോകത്തില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, തക്ക സമയത്ത് നിന്റെ മേൽ പെയ്യേണ്ട ഒരു മഴ പോലും പെയ്യാതിരിക്കത്തില്ല. ഓരോ ബ്ലെസ്സിങ് നിന്റെ മേൽ വരും. മുൻമഴയെയും പിന്മഴയെയും അവൻ പെയ്യിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. സ്വർഗം പറയുകയാണ്, ക്രിസ്തുവിനായിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, അവൻ തക്ക സമയത്ത് ഫലം കായ്ക്കും. അയ്യോ, സമയം തെറ്റി, ഈ കാര്യം 1 മണിക്കൂർ മുമ്പ് നടന്നിരുന്നെങ്കിൽ ഇതെനിക്ക് അനുഗ്രഹമായിരുന്നേനെ എന്ന് പറയത്തില്ല. അല്ല, ഒരു ദിവസം മുമ്പ് ഞാൻ അവിടെ ചെന്നിരുന്നെങ്കിൽ ആ നന്മ നഷ്ടമാകത്തില്ല എന്ന് പറയത്തില്ല. നിന്റെ എല്ലാ നന്മകളും തക്ക സമയത്ത് നിന്റെ മേൽ വരും. അതിൽ ദൈവം ഉറപ്പുവരുത്തും. അതിൽ ദൈവം ഉറപ്പുവരുത്തും. നിനക്ക് വരേണ്ട സീസണുകൾ, ബ്ലെസ്സിങ്ങുകൾ ഐ മീൻ തക്ക സമയത്ത് നീ അനുഭവിക്കും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഒരു നന്മ പോലും നിനക്ക് വരാതെ തെറ്റിയൊഴിഞ്ഞു പോകത്തില്ല. അത് സമയത്ത് നിന്റെ ലൈഫിൽ വരും. അയ്യോ, സമയം തെറ്റി എന്ന് പറയത്തില്ല. അയ്യോ, കാലം തെറ്റി മഴ പെയ്തു എന്ന് പറയത്തില്ല. നിന്റെ ലൈഫിൽ അത് തക്ക സമയത്ത് വരും. കർത്താവ് പറയുകയാണ്, അത് നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചോ എന്ന് അവൻ ഉറപ്പുവരുത്തും. ആറ്റരികത്ത് നട്ടിരിക്കുന്നത് പോലെ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത് പോലെ, ഐ മീൻ നീ പുഷ്ടിയുള്ളതായിരിക്കും, പച്ച പിടിച്ചിരിക്കും. നിന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് കർത്താവ് ചിലത് ചെയ്യും. ഒരു കാര്യം പോലും നഷ്ടമുണ്ടാകത്തില്ല. ഒരു കാര്യം പോലും നഷ്ടത്തിലേക്ക് വരത്തില്ല. നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചിന്തിക്കുന്നത്, തീരുമാനം തെറ്റിപ്പോയി, സമയം തെറ്റിപ്പോയി, കാലം തെറ്റിപ്പോയി.
അയ്യോ ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, അയ്യോ ഞാൻ ചെല്ലാത്തത് കൊണ്ടാണ്, അയ്യോ സമയം തെറ്റിയത് കൊണ്ടാണ് ഇത് നഷ്ടമായി പോയത്. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, എല്ലാ ബ്ലെസ്സിങ്ങുകളും അതാത് സീസണുകളിൽ പെയ്യുന്ന ഈ മണിക്കൂറിൽ നിന്റെ അവകാശം എന്താണോ അതിനെ നീ അനുഭവിക്കും. അത് നിനക്ക് നഷ്ടമായി പോകത്തില്ല. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരിപ്പിൻ. നിന്റെ മേൽ വരുന്ന ബ്ലെസ്സിങ്ങുകൾ റൈറ്റ് ടൈമിലായിരിക്കും. അതൊരിക്കൽ പോലും സമയം തെറ്റത്തില്ല. അതിൽ ഡൗട്ട് വേണ്ട. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, അതിൽ ഡൗട്ട് വേണ്ട. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്താണോ തരാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അത് സകലതും നിന്റെ ലൈഫിലേക്ക് വരും. അത് സകലതും എന്റെ ലൈഫിലേക്ക് വരും. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മേൽ പകരാൻ ആഗ്രഹിച്ചിരിക്കുന്ന സകല നന്മകളും എന്റെ ലൈഫിലേക്ക് വരും. ഒരു കാര്യത്തിൽ പോലും ഞാൻ മുടക്കം അനുഭവിക്കത്തില്ല. ഒരു കാര്യത്തിൽ പോലും ഞാൻ കുറവ് അനുഭവിക്കത്തില്ല. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുകയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിഞ്ഞൊഴുകും. കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. നമുക്കറിയാം, കൃഷി ചെയ്യുമ്പോൾ അതിൽ നല്ല വിളവുണ്ടായാൽ നല്ല ആദായമുണ്ടാകും. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകും കളപ്പുരകൾ നിറഞ്ഞു കവിയുന്നത്. എന്നാൽ ഇന്ന് ഈ കളപ്പുര പറയുന്നത് നമ്മുടെ ബാങ്കാണ് പറയുന്നത്. ഈ ബാങ്ക് നിറഞ്ഞു കവിയാൻ എന്താണ് വേണ്ടത്? നമ്മുടെ കണക്കുകൂട്ടലുകൾ എന്താണ്? എന്നാൽ സ്വർഗം പറയുകയാണ്, ആരാണോ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നത് അവർ അതിനെ എക്സ്പീരിയൻസ് ചെയ്യും. ആരാണോ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നത് നിങ്ങളുടെ ബാങ്കുകൾ നിറഞ്ഞു കവിയും. അത് നിന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ചല്ല, നിന്റെ കൈകളിൽ വരുന്ന വരുമാനത്തിനനുസരിച്ചല്ല. അത് നിറഞ്ഞു കവിയും. അടുത്ത് എഴുതിയിരിക്കുകയാണ്, പുതിയ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഒരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്ങിലേക്ക് വരും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമെന്ന്, കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ വീടുകൾ നിറഞ്ഞു കവിയട്ടെ. നിങ്ങളുടെ വീടുകൾ നിറഞ്ഞു കവിയട്ടെ. നിങ്ങളുടെ അലമാരകൾ നിറഞ്ഞു കവിയട്ടെ. നിങ്ങളുടെ ബാങ്കുകൾ നിറഞ്ഞു കവിയട്ടെ. ഒരു വാഹനമുള്ളവൻ ഒന്നും കൂടെ വാങ്ങട്ടെ. ഹല്ലേലൂയ. പാസ്റ്റർ ക്രിസ്തു പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. ഒരു ദൈവവൃത്യൻ യഥാർത്ഥത്തിൽ അവൻ കർത്താവിനോടൊപ്പം നടക്കുന്നെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ പോകും. കാരണം ദൈവത്തിന്റെ സമൃദ്ധി നിറഞ്ഞു കവിയും. അയ്യോ, ഈ വീട് എനിക്ക് മതിയാകുന്നില്ല, ഈ വീട് എനിക്ക് മതിയാകുന്നില്ല, അടുത്ത ഒന്നിലേക്ക് പോകാം, അടുത്ത ഒന്നിലേക്ക് പോകാം. ദൈവജനത്തിന്മേൽ കർത്താവ് പറയുകയാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് തക്ക സമയത്ത് സകല ബ്ലെസ്സിങ്ങുകളും നൽകുവാനിടയാകും. തക്ക സമയത്തുള്ള ബ്ലെസ്സിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം സീസൺ തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ആ സമയങ്ങളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് എല്ലാ സന്തുലിത അവസ്ഥയും ബാധിക്കുവാനിടയാകും. എന്നാൽ കർത്താവ് പറയുകയാണ്, തൻ്റെ ജനം തക്ക സമയത്ത് സകല നന്മകളും സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനിടയാകും. തൻ്റെ ജനമെന്ന് പറയുമ്പോൾ ഇന്ന് അത് നമ്മളെ ഓരോരുത്തരെയുമാണ് ദൈവജനം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും തക്ക സമയത്ത് അവൻ്റെ ബ്ലെസ്സിങ്ങിനെ അനുഭവിക്കുവാനിടയാകും. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ഷൈമ. ഈ സിസ്റ്റർ വരുന്ന ആലഞ്ചേരി നിന്നാണ്. ഈ സിസ്റ്റർ പറയുന്നത്, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ബെഡിൽ നിന്ന് താഴെ വീണു. അതിനെ തുടർന്ന് കൈക്ക് പൊട്ടലുണ്ടായി. പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു സിസ്റ്റർ പറയുന്നത്. പ്ലാസ്റ്റർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കൈക്ക് വേദനയായി. അത് കഴിഞ്ഞ് സിസ്റ്റർ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒന്ന് ബ്രദറിനെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ബ്രദർ പറഞ്ഞു വെയിറ്റ് എടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് സിസ്റ്റർ വെയിറ്റ് എടുത്തു. അപ്പോൾ സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് വേദന മാറി. സിസ്റ്ററിന് വേദന ഉണ്ടായിട്ടില്ല.
സിസ്റ്റർ പറയുന്ന ജോലി ചെയ്യുവാൻ തുടങ്ങി, ജോലിക്ക് പോകാൻ തുടങ്ങി എന്നാ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു കുഴപ്പമില്ല ഇപ്പോ? ഒരു കുഴപ്പമില്ല. കൈക്ക് അതിനുശേഷം കൈക്ക് വേദനയായിരുന്നു. എനിക്ക് തോന്നുന്നു ബാൻഡേഡ് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യം വന്നേ അല്ലേ? കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സന്തോഷത്തോടെ പറയട്ടെ. ഈ അമ്മയുടെ പേര് അരുന്ധതി. അമ്മ വരുന്നത് കരവാളൂർ നിന്നാണ്. അമ്മ പറയുന്നത് 3 വർഷമായിട്ട് അമ്മയുടെ വലതു ബ്രസ്റ്റിനകത്ത് ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അമ്മയ്ക്ക് അത് നിമിത്തം ശ്വാസം എടുക്കുമ്പോൾ പ്രയാസമുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രയാസമുണ്ടായിരുന്നു അമ്മ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സോളി സിസ്റ്റർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ വിശ്വാസത്തോടെ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചു. അമ്മ പറയുന്ന അതിനെ തുടർന്ന് ആ മുഴ അവിടുന്ന് മാറിപ്പോയി. ഇപ്പോൾ യാതൊരു പ്രയാസവും ഇല്ലെന്ന് അമ്മ സാക്ഷി. എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിനെ. ആമേൻ. എത്ര നാളായിട്ട് മുഴയുണ്ടായിരുന്നു? 1 വർഷമായിട്ടുണ്ടായിരുന്നു. 3 വർഷമായിട്ടുണ്ടായിരുന്നു. ഓക്കെ. നെഞ്ചിനകത്തുള്ള മുഴ ശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു. ആഹാരം കഴിക്കുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പോയി. ആ മുഴയും മാറിപ്പോയി. മാറി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കഴിഞ്ഞ ആഴ്ച സോളി സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ദൈവം ചെയ്തു എങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞേ. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി പറഞ്ഞു. ഒന്നും കൂടെ ചുണയായിട്ടൊന്ന് കൈയടിച്ചേ. കാർത്തിക് ഇവർ വരുന്നത് കളുത്തുപ്പുഴയിൽ നിന്നാണ്. മോന് സ്കിന്നിനകത്തൊരു അലർജി ഉണ്ടായിരുന്നു. അത് വലത് കവിളിൻ്റെ ഭാഗത്ത് കറുത്ത പാട് വരുന്നൊരു അവസ്ഥയായിരുന്നു. എന്നാൽ പുനലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ പറയുന്നത് ഇപ്പോൾ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ, ആ പാട് മുഴുവനായിട്ട് മാറുവാനെ കൊണ്ട് ഇടയായി തീർന്ന സാക്ഷി. പുനലൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞു? മോനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടറിന് അതിന് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് മറ്റെന്തെങ്കിലും ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞു? എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ആ കളർ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. ഒന്നും കൂടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സാധാരണ ഇങ്ങനെ വരുന്നത് സ്കിൻ ക്യാൻസറിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് ആ കളർ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞ്. എന്നാൽ കർത്താവ് കൊടുത്ത അത്ഭുതത്തിന് നമുക്ക് നന്ദി പറയാം. ഒന്ന് ചുണയായിട്ട് കൈയടിക്കാം. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറയാം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ അത്ഭുതങ്ങൾ സാധാരണ എന്ന് പറഞ്ഞേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ പറഞ്ഞേട്ടെ. അതേപോലെ ഈ അമ്മ പറയുന്നത് ഈ മോന് 10ാം ക്ലാസ് എക്സാം എഴുതുന്ന സമയത്ത് വളരെ പ്രയാസമായിരുന്നു. എന്നാൽ മോൻ അമ്മയോട് പറഞ്ഞു അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന്. അമ്മ പറയുന്നത് നല്ല റിസൾട്ട് ലഭിച്ചു. ഇപ്പോൾ ഡിഗ്രി 2nd ഇയറിൽ മോന് പഠിക്കുകയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതേപോലെ ഇവർ ഇന്ന് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്നാൽ അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ലാതെ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ ദൈവം അവരെ സഹായിച്ചു എന്ന് സാക്ഷ്യപ്പെടുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് സന്തോഷത്തോടെ പോയട്ടെ. TV പ്രേക്ഷക സംഗമം നെയ്യാറ്റിങ്കര ഏപ്രിൽ 21 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം സ്വദേശാഭിമാനി ടൗൺ ഹാൾ, ആലുമൂട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിൽവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ജോണക്കര മെമ്മോറിയൽ ഹാൾ, ഒല്ലൂർ. ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കും നന്മകൾക്കുമായി നമുക്ക് നന്ദി പറയാം. അവൻ്റെ സ്നേഹത്തിനു മുമ്പിൽ ഉണ്ടാകുന്ന ഏത് വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ മറക്കുവാനിടയാകും. ദൈവം നമ്മളെ മറക്കുവാറാക്കുന്ന വിധത്തിൽ അവൻ്റെ ആ സ്നേഹത്തെ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനുള്ളിൽ അവിടുന്ന് ഞങ്ങളെ പൊതിഞ്ഞിരിക്കുക. അങ്ങയുടെ സ്നേഹത്തിനുള്ളിൽ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചിരിക്കുക. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ അവിടുന്ന് ഞങ്ങളെ പൊതിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ജനം കർത്താവെ, ഈ കേൾക്കുന്ന കുടുംബങ്ങൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ ഉയർന്നു വരട്ടെ അപ്പാ. ആ ബ്ലെസ്സിങ്ങിൽ കർത്താവെ തഴച്ചു വളരട്ടെ അപ്പാ. ദൈവജനം പറയുന്നത് അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്ന പോലെ എന്നാണ്, തക്ക കാലത്ത് ഫലം കായ്ക്കുമെന്നാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളും ആറ്റിരികത്ത് നട്ടിരിക്കുന്നത് പോലെയാണ്. കർത്താവെ, ഇന്ന് കേട്ട വചനം ഇവരുടെ ലൈഫിനെ പൂക്കുന്ന വിധത്തിലേക്ക്, സന്തോഷിക്കുന്ന വിധത്തിലേക്ക്, നന്മയുളവാക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കരുതുന്ന അവിടുത്തെ കരത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഈ കുടുംബങ്ങൾ അനുഗ്രഹം അനുഭവിക്കട്ടെ അപ്പാ. ഈ സമയത്ത് ആർത്രൈറ്റീസിനാൽ ഭാരപ്പെടുന്നവർ ആ പ്രയാസമുള്ള ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. നടുവിന് പ്രയാസം, മുട്ടുകൾക്ക് പ്രയാസം, എല്ലുകൾക്ക് പ്രയാസം, ഷോൾഡറിന് പ്രയാസം, കർത്താവെ അപ്പാ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ
പ്രയാസങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ അപ്പാ. എല്ലുകൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് അതിപ്പോൾ മാറിപ്പോകട്ടെ. സ്പോൺലൈറ്റിസ് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. എനിക്ക് അതേപോലെ ഒരു വ്യക്തിയെ കാണാം. തൻ്റെ വണ്ടിയുടെ ചാവി കളഞ്ഞു പോയിട്ട് പ്രയാസത്തോടായിരിക്കുന്നു. ചാവി കാണാതായിട്ടൊരു ദിവസമായി. ആ വ്യക്തി അത് കിട്ടിയില്ല എങ്കിൽ അത് വേറൊരു വഴി കാണുന്ന പ്രതീക്ഷയോടെ ആയിരിക്കുകയാണ് അത് കിട്ടുമെന്ന്. എന്നാൽ കർത്താവിൻ്റെ കരം ആ വ്യക്തിക്ക് വേണ്ടി ചലിക്കുകയാണ്. അത് വേഗത്തിൽ കിട്ടാനിടയാവും. ഹല്ലേലൂയ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവേ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതങ്ങൾ കാണട്ടെ അപ്പാ. അത്ഭുതങ്ങൾ കാണട്ടെ അപ്പാ. അത്ഭുതങ്ങൾ കാണട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ അനുഭവങ്ങളിൽ നമുക്ക് ഓരോ ദിവസവും ആകാം. ഗോഡ് ബ്ലെസ് യു.